സംസാരം എന്താണെന്നറിയുമോ? ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. അങ്ങനെ അവരിൽ ഒരാളിലേക്ക് മരണം കടന്നു വന്നെത്തുമ്പോ, മരണം അങ്ങോട്ട് കടന്നു വന്നെത്തുമ്പോ അയാള് പറയും ഖാല റബ്ബി ഇർജിഊൻ, പടച്ച റബ്ബേ എന്നെ മരിപ്പിക്കാതെ നീ ദുനിയാവിലേക്ക് തന്നെ തിരിച്ചയക്കണേ. എന്തിനാണെന്നറിയുമോ? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. മരിക്കുന്ന സെക്കൻഡ് വരെ ഞാൻ ഉപേക്ഷിച്ചു പോയിട്ടുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലേക്ക്, അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുന്നതിലേക്ക്, പടച്ച റബ്ബേ നീ തൃപ്തിപ്പെട്ടു പോയ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുന്നതിലേക്ക് നീ എന്നൊന്ന് തിരിച്ചയക്കണേ നാഥാ. ഉപേക്ഷിച്ച നന്മകൾ ചെയ്യാ, നഷ്ടപ്പെട്ടു പോയ അമലുകൾ തിരിച്ചെടുക്കാ നീ എന്നൊന്ന് തിരിച്ചേക്കണേ നാഥാ. പടച്ച റബ്ബിന്റെ മറുപടി എന്താണെന്നറിയുമോ? കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. പടച്ച റബ്ബിന്റെ മറുപടിയാണില്ല, ഒരിക്കലും നിന്നെ മടക്കി അയക്കുന്ന പ്രശ്നമേ ഇല്ല. എന്നിട്ട് റബ്ബ് അവന്റെ വർത്തമാനത്തെ പറ്റി പറയാ, ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്കാണ്, അതവനങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതുവരെ പറയുമെന്നറിയോ? ഇലാ യൗമി യുബ്അസൂൻ എന്ന് പറയുന്ന പുനരുത്ഥാനത്തിന്റെ നാള് വരെ മനുഷ്യര് മുഴുവനും പടച്ച റബ്ബിങ്കിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന ദിവസം വരെ അവന്റെ വർത്തമാനം അങ്ങനെയാ. ചില ആളുകൾ മരിക്കാൻ നേരത്തുള്ള വർത്താനം എന്താ? മരിക്കാൻ നേരത്തുള്ള വർത്താനം, പടച്ചോനെ ഒന്ന് തിരിച്ചു അയക്കണേ റബ്ബേ. 3 സന്ദർഭത്തിൽ മനുഷ്യന്മാരിത് പറയും. ഒന്നും മരിക്കണം നേരത്തെ. നമ്മള് മരണവും മരണാനന്തരം എന്ന് വെച്ചാലും, ഞാൻ പറഞ്ഞില്ലേ 65 കൊല്ലം പഠിച്ചു എനിക്ക് ആയുസ് എന്നിട്ട് പറഞ്ഞു തീർന്നാലും തീരാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് ഈ ഒരു സംസാരത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാകും. അതുകൊണ്ട് മാത്രം പറയാം. ഈ ആയത്ത്, ഞാനിപ്പോ ഓതിയ ആയത്ത് വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂൻ 99-100 വാക്ക്. ഇനി ഓതാൻ പോണ ആയത്ത് രണ്ടാമത്തെ രംഗം. അതെവിടെ രംഗങ്ങള്? മരിച്ചിട്ട് മനുഷ്യന്മാര് പരലോകത്തേക്ക് എത്തും, എന്നിട്ട് നരകത്തിങ്കൽ നിർത്തപ്പെടും. അപ്പൊ നരകത്തിങ്കൽ എത്തപ്പെടുന്ന ഒരാളുടെ സംസാരം, മരിക്കു പോകുന്ന ഒരാളുടെ സംസാരവും പിന്നെ നരകത്തിൽ എത്തിക്കുന്ന ഒരാളുടെ സംസാരം കൂടി ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ ഘട്ടം ഇയാള് പറയുന്ന രണ്ടാമത്തെ ഘട്ടം എന്താ? രണ്ടാമത്തെ ഘട്ടം എന്നറിയോ? 6-ാം അധ്യായം സൂറത്ത് അൻആം 27-ാമത്തെ വാചകം പഠിച്ചു ചോളി, ഹിഫ്ളാക്കിക്കോളി. എന്താ? വലൗ തറാ ഇദ് വഖിഫു അലന്നാരി ഫഖാലൂ യാ ലൈതനാ നുറദ് يا ليتنا نرد ولا نكذب بآيات ربنا ونكون من المؤمنين. അവര് നരകത്തിങ്കൽ നിർത്തപ്പെടുന്ന രംഗം നബിയെ താങ്കളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ അപ്പോൾ അവര് പറയും, നരകത്തിങ്കൽ നിർത്തപ്പെടുന്ന ആളുകൾ പറയും, എന്താണ് അവര് പറഞ്ഞു പോണതെന്നറിയോ? അവര് പറഞ്ഞു പോണ വാചകം എന്താണെന്നറിയോ? ഞങ്ങളൊന്ന് തിരിച്ചയക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേ. എവിടേക്കാണ് തിരിച്ചയക്കപ്പെടേണ്ടതെന്നറിയോ? ഈ നരകത്തിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ മുന്നിലൂടെ കടന്നുപോയ മഹ്ശറയില്ലേ, ആ മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പുള്ള ഖബറില്ലേ, ആ ഖബറിനപ്പുറത്തേക്ക് ഖബറിലേക്ക് ഇറക്കപ്പെടുന്ന കാരണമായ മരണമില്ലേ, ആ മരണത്തിനുമപ്പുറം ഖബറും മരണവും മരണാനന്തര ലോകവും ആലോചിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടമില്ലേ? കൃഷിയിടത്തിലും ജോലിസ്ഥലത്തും കുടുംബത്തിലും നദീതീരത്തും പാടത്തും
പറമ്പിലും അവരവന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സംഘടനാ പ്രവർത്തനത്തിലും ഇടയിലും മറന്നുപോയ റബ്ബിന്റെ ഹിസാബിനെ പറ്റി, ജസാഇനെ പറ്റി, പരലോകത്തെ പറ്റി, ഖബറിനെ പറ്റി, മരണത്തെ പറ്റി മറന്നുപോയ, ആ മരണത്തോടുകൂടി കടന്നു വന്ന ഒരു ലോകത്തെ പറ്റി മറന്നുപോയ, മരണത്തിന് മുമ്പുള്ള 65 കൊല്ലക്കാലമില്ലേ, 50 വർഷക്കാലമില്ലേ, 40 വർഷക്കാലമില്ലേ, പ്രായപൂർത്തിക്ക് ശേഷം പടച്ച റബ്ബ് ചോദിക്കുമെന്ന് തോന്നിപ്പോകുന്ന 4 or 5 കൊല്ലങ്ങളില്ലേ, ആ കൊല്ലങ്ങളിലേക്ക് റബ്ബേ നീ എന്നൊന്ന് തിരിച്ചേക്കണേ നാഥാ. എന്തിനാണ് തിരിച്ചയക്കുന്നറിയുമോ? എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയാതിരിക്കുകയും ഞങ്ങളുടെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാകുകയും ചെയ്യുമായിരുന്നല്ലോ റബ്ബേ. രണ്ടാം ഘട്ടം എന്താ പറയണത്? പടച്ചോനെ ഒന്നുകൂടി തിരിച്ചയച്ചുണ്ടാകും. എവിടുന്ന്? നരകത്തിന്റെ മുന്നെന്ന് പറയാം. എവിടേക്കാ തിരിച്ചയക്കേണ്ടത്? ഈ നരകൊക്കെ ഉണ്ട് ആലോചിക്കാത്ത ജീവിക്കണ ഈ സമയത്തേക്ക് വീണ്ടും തിരിച്ചയച്ചേരണേ. സുബ്ഹാനല്ലാഹ്. രണ്ടിടത്തും വിശ്വാസികളെ മടക്കമാഗ്രഹിക്കുന്നു മനുഷ്യൻ. എവിടേക്ക്? ദുനിയാവിലേക്ക്. എന്തിനാണെന്നറിയോ? നന്നാകാനാ. എന്തിനാണെന്നറിയുമോ? സൽക്കർമ്മകാരിയാകാനാ. എന്തിനാണെന്നറിയുമോ? പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ അംഗീകരിക്കുന്നവനാകാനാ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ 2 പണ്ഡിതന്മാര് പഠിപ്പിച്ചു പോണത്. ആയാത്തുൽ കൗനിയ വ ആയാത്തു ശർഇയ്യ. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളാ. ശർഇയ്യായ ദൃഷ്ടാന്തങ്ങളും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാ. കള്ളുകുടിക്കല്ല, വ്യഭിചരിക്കല്ല, മോഷ്ടിക്കല്ല, പിടിച്ചുപറിക്കല്ല, പടച്ച റബ്ബല്ലാത്തവരോട് വിളിച്ചു തേടല്ല, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കല്ല, മരണപ്പെട്ടുപോയ മഹത്തുക്കളുടെ ഖബറിടങ്ങൾ കെട്ടിപ്പൊക്കിയിട്ട് അവിടെയുള്ള മഹാത്മാക്കളോട് നേർക്കുനേരെ വിളിച്ചു പ്രാർത്ഥിക്കല്ല. ജീവിതത്തിൽ പാടില്ലെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞുപോയ ഒരുപാട് ദൃഷ്ടാന്തങ്ങളില്ലേ, അല്ലാഹു പഠിപ്പിച്ചു പോയ നിയമങ്ങളില്ലേ, വിധിവിലക്കുകളില്ലേ, അത് മുഴുവനും അംഗീകരിക്കുക. എന്നിട്ടോ അത് മുഴുവനും അംഗീകരിച്ച സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ. സുബ്ഹാനല്ലാഹ്. എന്തായി പറഞ്ഞിരുന്നത്? പരലോകം നഷ്ടമാകാതിരിക്കാനായി പടച്ചോനെ എന്നെ ഒന്നുകൂടി എവിടുന്ന് മടക്കേക്കണേ? പരലോകത്തുനിന്നേ ദുനിയാവുക്ക് മടക്കേക്കണേ. എന്തിന്? ഈ പരലോകം നഷ്ടാകാതക്കാൻ. എപ്പോഴത് പറയണറിയോ? പരലോകത്ത്. എന്തിനു വേണ്ടി പറയണറിയോ? അവ എത്തിപ്പെട്ട ലോകം പടച്ചോനെ നഷ്ടാന്ന് ബോധ്യായി. അപ്പൊ എന്താ ആഗ്രഹം? പടച്ചോനത് രക്ഷയാവണം. അതുകൊണ്ട് എന്നെ വീണ്ടും തിരിച്ചൊന്നും കൂടി ആക്കണം. ഒരു ചാൻസ് കൂടി. നമ്മൾ പറയില്ലേ ഒരു ചാൻസ്? ഇതാര് പറഞ്ഞ ഡയലോഗ്? ഞാനും നിങ്ങളും പറയാൻ പാടില്ലാത്ത ഡയലോഗ്. അല്ലാഹു സഹായിച്ചിട്ടില്ലെങ്കിൽ, പടച്ച റബ്ബിന്റെ കാരുണ്യമില്ലെങ്കിൽ, അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നിന്നിട്ടില്ലെങ്കിൽ, അല്ലാഹുവിന് സ്വീകാര്യരായി റബ്ബിങ്കിലേക്ക് ഈമാനോടുകൂടി ഞാൻ നിങ്ങൾ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ, ഏത് സെക്കൻഡിലും പഴച്ചു പോകാൻ പണിയെടുക്കുന്ന പിശാചിന്റെ പഴപ്പിക്കാൻ പണിയെടുക്കുന്ന പിശാചിന്റെ വലകളിൽ ചെന്ന് ഞാനും നിങ്ങളും ചാടിയിട്ടില്ലെങ്കിൽ, അല്ലാഹു സഹായിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഗതി പറയേണ്ടി വരരുത്. ഇല്ലെങ്കിലോ ഞാനും നിങ്ങളൊക്കെ ഇത് പറയേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്ക്, 2 സന്ദർഭത്തിലും മനുഷ്യൻ പറയണത് പടച്ചവനെ തിരിച്ചയക്കണം. എന്തിനാന്നുള്ളത് ലളിതമായി ഞാൻ വ്യക്തമാക്കി. ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. 3ാമത്തെ ഘട്ടം കൂടി. ഏതൊരു ദുനിയാവാണ് പ്രധാനം വിചാരിച്ചോ, ആ ദുനിയാവിലേക്ക് മടങ്ങണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. മരണസമയം നരകത്തിന്റെ മുന്നിൽ ഇങ്ങനെ കാണുമ്പോ നരകം ഇങ്ങനെ കാണും. എങ്ങനെ നരകം കാണാന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നരകത്തിങ്ങനെ വലിച്ചു കൊണ്ടുവരപ്പെടുകയാ. നരകത്തിന് 70,000 വട്ടക്കണ്ണികളുണ്ട്, സിമാമകളുണ്ട്. ഓരോ വട്ടക്കണ്ണികളിലും 70,000 മലക്കുകളുണ്ട്. അവർ നരകത്തങ്ങനെ പിടിച്ചു കൊണ്ടുവരികയാ. സുബ്ഹാനല്ലാഹ്. വല്ലാത്തൊരു രംഗാണ് അല്ലാഹു പഠിപ്പിച്ചത്, റസൂലുള്ളാഹി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പറഞ്ഞൊരു സംഗതി ഉണ്ട്. എന്തറിയോ? വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ.
കത്തിജ്വലിക്കുന്നൊരു നരകാണ്. കാണാവുന്നവർക്ക് വേണ്ടി വെളിവാക്കപ്പെടുന്ന ദിവസമാണ്. ആ ഒരു നരകത്തിന്റെ മുന്നിലങ്ങ് എത്തുമ്പോഴും മനുഷ്യര് കരഞ്ഞു പോവുകയാ, പ്രയാസപ്പെട്ടു പോവുകയാ, മടങ്ങാൻ ആഗ്രഹിക്കുകയാ. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുന്നിടത്ത് ആയത്തെ തരങ്ങള് 101 ആയത്ത്, 23 അധ്യായം സൂറത്തുന്നൂറിന്റെ 101 മുതൽ ആ സൂറത്തുന്നൂറിന്റെ ഏകദേശം 108 വരെയുള്ള ആയത്തുകളിലൂടെ നിങ്ങളൊന്ന് കടന്നുപോയാൽ പടച്ച റബ്ബിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നമുക്ക് ഓതിത്തരികയാ. അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം നിങ്ങൾ ഓതി കേൾപ്പിക്കുകയാ. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. ആരുടെ തൂക്കങ്ങൾ ലഘുവായി പോയോ, ആരുടെ കർമ്മങ്ങൾ തൂക്കങ്ങൾ ലഘുവായി പോയോ അവരാണ് ആത്മനഷ്ടം പറ്റിയവര്. ഖാലിദൂൻ ഫീ ജഹന്നമ ഖാലിദൂൻ, നരകത്തിൽ നിത്യവാസികൾ അവർ തന്നെയാണ്. എന്നിട്ട് നരകത്തിന്റെ അവസ്ഥ അങ്ങ് പഠിപ്പിച്ചിരികയാ. തൽഫഹു വജൂഹുഹുമുൻ നാറു വഹും ഫീഹാ കാലിഹൂൻ. നരകാഗ്നി അവരുടെ മുഖങ്ങൾ കരിച്ചു കളയും, അവരതിൽ പല്ലിളിച്ചവരായിരിക്കും. അലം തകുൻ ആയാതി തുസ്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ. അവരോട് പറയപ്പെട്ടു പോണ വാക്കെന്തറിയോ? എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടല്ലോ, ഓതിക്കേൾക്കപ്പെട്ടിരുന്നല്ലോ, അപ്പോൾ നിങ്ങൾ അവയെ നിഷേധിച്ച് തള്ളുകയായിരുന്നുവല്ലോ. കാലോ, ആളുകൾ പറയാ, റബ്ബനാ ഗലബത് അലൈനാ ശഖവതുനാ വകുന്നാ ഖൗമൻ ളാല്ലീൻ. അവര് പറയും, അവര് പറഞ്ഞു പോകും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ദുർഭാഗ്യം ഞങ്ങളെ അതിജയിച്ചു കളഞ്ഞു റബ്ബേ, ഞങ്ങളെ വഴിവഴച്ചൊരു ജനവിഭാഗമായി പോയി റബ്ബേ. റബ്ബനാ, ഇനി പറഞ്ഞു പോണ വാചകം ശ്രദ്ധിക്കണം. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ നീ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണമേ. ഇതില്ലെന്നറിയോ? നരകത്തിൽ നിന്ന്. നരകത്തിലെ മനുഷ്യന്റെ വിലാപമാണ്. ഇതിൽ നിന്ന് ഞങ്ങളെ നീ പുറത്തു കൊണ്ടുവരണമേ. ഇനി ഞങ്ങൾ ദുർമാർഗത്തിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അക്രമികൾ തന്നെയായിരിക്കും. അല്ലാഹുവിന്റെ മറുപടി കേൾക്കണേ. ഖാലഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. അല്ലാഹു പറയും അവരോട്, നിങ്ങൾ അവിടെ തന്നെ നിന്ദരായി കഴിയുക, നിങ്ങൾ എന്നോട് മുണ്ടിപ്പോകരുത്. നമ്മൾ ചിലപ്പോ ദേഷ്യം വന്ന മക്കളൊക്കെ പറയും, എന്നോട് ഞാൻ പറഞ്ഞോ ആ കോടിമ കയറി ചാടണ്ട, അവിടെ അത് നമ്മുടെ വർത്താന. കുറച്ച് നമ്മളെ മനസ്സ് വല്ലാത്തൊരു മനസ്സാണ്. എന്നാ കുറ്റവാളികളോട് അല്ലാഹ്ക്ക് യാതൊരു ദയാദാക്ഷിണ്യം ഉണ്ടാവില്ല. അവരിൽ തൗഹീദില്ലാത്തിടത്തോളം കാലം നമ്മൾ വിശദീകരിക്കും. സുബ്ഹാനല്ലാഹ്. എന്താ വാക്കെന്നറിയോ? ഖാല, പറഞ്ഞ വാക്കെന്ന്, റബ്ബനാ അഖ്രിജ്നാ മിൻഹാ. നരകത്ത് കിടക്കണ മനുഷ്യൻ പറയാം, പടച്ചോനെ ഞങ്ങളെ നരകത്തു നിന്ന് കൊണ്ടുവരണേ, പുറത്ത് കൊണ്ടുവരണേ. മരിക്കുമ്പോ മനുഷ്യൻ പറയാം, പടച്ചോനെ മരിപ്പിക്കാതെ തിരിച്ചുകൊണ്ടിരണേ. നരകത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ പറയാം, പടച്ചോനെ ഒന്ന് തിരിച്ചുകൊണ്ടിരണേ. നരകത്തിൽ എത്തിയിട്ട് മനുഷ്യൻ പറയാം, പടച്ചോനെ തിരിച്ചുകൊണ്ടിരണേ. എന്തിനാ തിരിച്ചു വരണം? എന്തിനാ തിരിച്ചു വരുന്നത്? എന്തിനാണ് തിരിച്ചു വരുന്നറിയോ? വിശ്വാസത്തെ നന്നാക്കാൻ, കർമ്മങ്ങളെ നന്നാക്കാൻ, പടച്ച റബ്ബിന്റെ തൃപ്തി നേടാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകളെ ജീവിതത്തിലേക്ക് പുലർത്താൻ, പടച്ച റബ്ബ് ദീനായി സ്വർഗ്ഗത്തിന്റെ വഴികളായി നരകമോചനത്തിന്റെ മാർഗങ്ങളായി പഠിപ്പിക്കപ്പെട്ടു പോയ ഓരോരോ കാര്യങ്ങളും ജീവിതത്തിലൂടെ കടന്നുപോകാൻ, കൊണ്ടുപോകാൻ ഈ ലോകത്ത് താടി വെച്ചു പോയൊരു മുസ്ലിമിനെ പരിഹസിച്ചില്ലേ? നരകത്തിലെത്തപ്പെട്ടവന്റെ വിലാപം എന്താണ്? അല്ലാഹുവേ, നീ എന്നു പുറത്തേക്ക് പറഞ്ഞേക്കണേ. എവിടേക്ക്? ദുനിയാവിലേക്ക്. എന്തിനാ
എന്തിനാണെന്നറിയുമോ? 10-30 ചില്ലാനം വരുന്ന ഹദീസുകളിൽ സ്വഹാബത്തിന്റെ ഇജ്മാകളായി പഠിപ്പിക്കപ്പെട്ടു പോയതിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾക്ക് മുഴുവനും നെഞ്ചുവിരിഞ്ഞ താടിരോമം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടി അദ്ദേഹത്തിന്റെ തുടയിലങ്ങ് മുട്ടുമായിരുന്നു. ആ താടിയെ പരിഹസിച്ചല്ലോ നാഥാ, അതുകൊണ്ട് റബ്ബേ ദുനിയാവിലേക്ക് നീ ഞങ്ങളൊന്ന് തിരിച്ചയക്കണേ നാഥാ. എന്തിനാണെന്നറിയുമോ? അതുപോലെ താടിയുള്ള മുത്തഖീങ്ങളായിട്ട് നിന്റെ ലോകത്തേക്ക് തന്നെ തിരിച്ചു വരാനാ. മരിക്കുമ്പോഴും പറയും, നരകത്തിന്റെ മുന്നിലെത്തുമ്പോഴും പറയും, നരകത്ത് കിടന്നാലും പറയും. ഒന്ന് രണ്ടാമത്തെ നരകത്ത് കിടക്കുന്ന ഒരാളുടെ വിലാപങ്ങളൊന്നും ആലോചിച്ച് നോക്കി. അയാള് വിലപിച്ചു പോവുക, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് അവൾ വിലപിച്ചു പോവുക. പടച്ചറബേ അല്ലാഹുവേ എന്തൊരു പ്രയാസകരമാണ്. പടച്ചറബേ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാലും നരകത്തിന്റെ മുന്നിൽ നിന്ന് കൊണ്ടുവന്നാലും ഈ നരകത്തിൽ നിന്ന് റബ്ബേ എന്ന് തിരിച്ചയച്ചാലും ദുനിയാവിലേക്ക്, കല്യാണം കൂടിയ ദുനിയാവിലേക്ക്, വിരുന്നുപോയ ദുനിയാവിലേക്ക്, ഭർത്താവിനെ സേവിച്ച ദുനിയാവിലേക്ക്, മക്കൾക്ക് വേണ്ടി ജീവിച്ച ദുനിയാവിലേക്ക്, നിസ്കരിച്ചില്ല, നോമ്പ് നോറ്റില്ല, സക്കാത്ത് കൊടുത്തില്ല, ആഭരണ ഭ്രമം മൂത്ത ഒരു ലോകത്തേക്ക്, അല്ലാഹുവേ ദുനിയാവാണ് സർവസ്വമെന്ന് വിചാരിച്ചു പോയ ഒരു ലോകത്തേക്ക് കല്യാണത്തിന്റെ വീടുകൾ ഉണ്ടായില്ലേ? ഇനി ഒരു കല്യാണത്തിന്റെ വീടിലും റബ്ബേ ളുഹർ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ട്, ളുഹർ നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ട് കാഫിരിച്ചിയായിട്ട് തേടിപ്പോകുന്ന ഒരു പ്രവർത്തനമില്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലാഹുവേ നീ എന്നെ ദുനിയാവിലേക്കൊന്ന് തിരിച്ചയക്കണേ നാഥാ. ഇനി ഒരു കല്യാണത്തിന്റെ വീടിലും ചുരിദാറും ഇറാനിയും ഇറാഖിയും ഒട്ടിപ്പോയ വസ്ത്രങ്ങളും സാരി ചുറ്റിയ ശീല ചുറ്റിയ ഒരു വല്ലാത്ത കോലം കെട്ടിയിട്ട് ഇസ്ലാമിന്റെ ജിൽബാബ് ധരിക്കാതെ, ഇസ്ലാമിന്റെ വേഷം ധരിക്കാതെ അന്യപുരുഷന്മാരെ മുഴുവനും ആസ്വദിക്കുമാർ നഗ്നോന്നതികൾ പ്രകടിപ്പിച്ചിട്ട് അന്യപെണ്ണുങ്ങൾ, അന്യ ആണുങ്ങളുടെ മുന്നിൽ കല്യാണം കഴിഞ്ഞൊരു പെണ്ണാണ്, 2 കുഞ്ഞിന്റെ മാതാവാണ്, വല്യമ്മയാണെന്ന ബോധം പോലുമില്ലാതെ ഔറത്ത് വെളിവാക്കിയ ഒരു നാളില്ലേ, ഒരു നിമിഷമില്ലേ, ഒരു കല്യാണമില്ലേ? മരിക്കുമ്പോ ആലോചിക്കുകയാണ് ശപിക്കപ്പെട്ട ആ നിമിഷത്തെ പറ്റി. നരകത്തിന്റെ മുന്നിൽ കിടക്കുമ്പോ ആലോചിക്കുകയാണ് ശപിക്കപ്പെട്ട ആ നിമിഷത്തെ പറ്റി. നരകത്ത് കിടക്കുമ്പോ ആലോചിച്ചു പോവുകയാണ് ശപിക്കപ്പെട്ട നിമിഷത്തെ പറ്റി. അതുകൊണ്ട് റബ്ബേ മടക്കിയാലും എന്റെ ഭർത്താവ് തൃപ്തിപ്പെട്ടാലും തൃപ്തിപ്പെട്ടില്ലെങ്കിലും ഇസ്ലാമിന്റെ ജനാബീവല്ലാതെ മരണം വരെ ധരിക്കില്ല നാഥാ. എന്റെ കുടുംബക്കാര് തൃപ്തിപ്പെട്ടാലും തൃപ്തിപ്പെട്ടില്ലെങ്കിലും, സ്ഥാപനവൽക്കരിക്കപ്പെട്ടെടുത്ത് തൃപ്തിപ്പെട്ടാലും തൃപ്തിപ്പെട്ടില്ലെങ്കിലും, സ്കൂളിലും ക്യാമ്പസിലും കോളേജിലും പരീക്ഷാ സെന്ററിലും ശിരോവസ്ത്രത്തിന്റെ പേര് പറഞ്ഞിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി തലപ്പാവൂരി വലിച്ചെറിഞ്ഞ ഒരു നാടിനെ പറ്റി ആലോചിച്ചു പോവുകയാ. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു പോവുകയാ, ആ പെൺകുട്ടി പറഞ്ഞു പോവുകയാ, അല്ലാഹുവേ ആയിരക്കണക്കിന് പരീക്ഷകൾ വന്നാലും കണ്ണുപോലും മറിച്ചിട്ട്, ശരീരം മുഴുവനും മറിച്ചിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഒരു പരീക്ഷ മതി എന്ന് തീരുമാനിക്കാൻ നീ എന്നെ ദുനിയാവിലേക്ക് പറഞ്ഞേക്കണേ നാഥാ. പക്ഷേ പടച്ച റബ്ബിന്റെ മറുപടി മരിക്കുന്ന സമയത്തും ഇല്ലെന്നാണ്, മരിച്ചു പോയാലും ഒരിക്കലും തിരിച്ചു വരില്ലെന്നാ. സുബ്ഹാനല്ലാഹ്, എന്താ ആലോചിച്ച് നോക്കണേ സഹോദരങ്ങളെ. എന്തൊക്കെ ഹറാമുകൾ ലോകത്ത് പ്രവർത്തിച്ചോ അതൊന്നൊക്കെ തിരുത്തി ഹലാല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം. എന്തൊക്കെ നന്മകൾ ഉപേക്ഷിച്ചോ ആ നന്മകളൊക്കെ വീണ്ടും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം. സുബ്ഹി നമസ്കരിക്കാത്തതിനെ പറ്റി ആലോചിച്ചിട്ട് വിഷമിക്കുന്ന ഒരു സമയമാ. എവിടെ അറിയൂ? മരിക്കുന്ന സമയത്ത്. എവിടെയെന്നറിയോ? നരകത്തിന്റെ മുന്നില്. എവിടെയെന്നറിയോ? നരകത്തിൽ കിടന്നിട്ട് എരിയുമ്പോ ആലോചിക്കുന്ന റബ്ബേ സുബ്ഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോയില്ല. മുനാഫിഖിന്റെ സ്വഭാവമുള്ളവനായി ഇശാഇനും സുബ്ഹിക്കും പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കാത്തവരെ പറ്റി സ്വഹാബത്ത് മനസ്സിലാക്കിയത്, റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, മുനാഫിഖിനല്ലാതെ, കപട വിശ്വാസിക്കല്ലാതെ നരകത്തിന്റെ അടിത്തട്ടിൽ, ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിഖ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? ആ മുനാഫിഖിനല്ലാതെ സുബ്ഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകാതെ പുരയിൽ കിടന്നുറങ്ങാൻ കഴിയൂല. അതുകൊണ്ട് സുബ്ഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാത്ത ആള്, നരകത്തിൽ പ്രവേശിക്കപ്പെട്ടു പോയ ആള് പറഞ്ഞു പോക, അല്ലാഹുവേ നീ എന്നൊന്ന് മടക്കിയാലും എന്തിനാണെന്നറിയോ? കൃത്യമായി ജമാഅത്ത് നിസ്കരിക്കുന്നവരായിട്ട് ഈ ഒരു ലോകത്തേക്കല്ല, നിന്റെ തൃപ്തിപ്പെട്ട സ്വർഗത്തിന്റെ ലോകത്തേക്ക്, ആഖിറത്തിലെ സുഖകരമായ ലോകത്തേക്ക് തിരിച്ചു വരാനാ.
മരിക്കുമ്പോഴും പറയും, നരകത്തിന്റെ മുന്നിലും പറയും, നരകത്ത് കിടന്നാലും പറയും. 3 ഘട്ടത്തിലും മനുഷ്യന്റെ വർത്തനാണ്. നിങ്ങളിങ്ങനെ ഓരോന്നിടത്തോക്കി, ഞാൻ 3 എക്സാമ്പിൾ പറഞ്ഞു, ഓരോന്നിടത്തോക്കി. അള്ളാഹുവിന്റെ നബി തിരുമേനി പഠിപ്പിച്ചു പോയി, മാ തഹ്തൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ. 2 ഞെരിയാണിയുടെ താഴെ, പുരുഷന്റെ 2 ഞെരിയാണിയുടെ താഴെയുള്ള വസ്ത്രം നരകത്തിലാ എന്ന് പറഞ്ഞപ്പോ ദുനിയാവിൽ പരിഹസിച്ചു പോയി. എന്തെന്നറിയോ? 1 ഇഞ്ചങ്ങ് താന്നോട്ട് പോയാൽ നരകത്തിലോ, 1 ഇഞ്ചങ്ങ് മേലോട്ട് പോയാൽ സ്വർഗത്തിലോ. എന്താ 1 ഇഞ്ചുമ്മലാണോ സ്വർഗവും നരകവും എന്ന് ചോദിച്ചിട്ട് പരിഹസിച്ചു പോയില്ലേ? എന്നിട്ടൊടുക്കത്തിൽ നരകത്തിലെത്തപ്പെട്ടപ്പോ ഏതൊരു നരകമാണെന്ന് ആദ്യം റസൂല് മുന്നറിയിപ്പ് നൽകിയോ, ആ നരകത്തിലേക്ക് അങ്ങ് എത്തപ്പെട്ടപ്പോ അയാള് പറഞ്ഞു പോവുകയാണ്, പടച്ചോനെ നീ എന്നൊന്ന് തിരിച്ചയച്ചാലും. എന്തിനാണെന്നറിയോ? ഇറുകിപ്പിടിച്ച അനിസ്ലാമിക വേഷങ്ങൾ ധരിക്കാത്ത, അനിസ്ലാമിക പാൻസ് ധരിക്കാത്ത, ഔറത്ത് മറക്കാത്ത വസ്ത്രം ധരിക്കാത്ത ഒരു ലോകം എനിക്ക് സൃഷ്ടിക്കാൻ ഔറത്ത് മറച്ചിട്ടില്ലാത്ത കോലത്തിൽ ജീവിച്ചു പോയ ചെറുപ്പക്കാരൻ ആ ഒരു ലോകത്തുനിന്ന് വിലപിക്കുകയാണ്. നാഥാ, പടച്ചറബ്ബേ, നിനക്ക് തൃപ്തിപ്പെട്ടു പോയ, നിന്റെ ഹബീബ് പഠിപ്പിച്ചു പോയ ഇസ്ലാമിക വേഷങ്ങൾ ധരിക്കുന്നിടത്തേക്ക് നീ എന്നൊന്ന് തിരിച്ചയച്ചാലും നാഥാ, മരിക്കുന്നിടത്ത് റബ്ബിന്റെ മറുപടിക്കല്ല, ഒരിക്കലുമില്ല. മറ്റ് 2 ഒരിക്കലും തിരിച്ചു വരവ് സാധ്യമല്ല. നിങ്ങൾ ഏത് വിഷയം പരിശോധിച്ചു, ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് വിഷയം പരിശോധിച്ചു, ജീവിതത്തിലെ ഈ 3 ഘട്ടത്തിൽ മനുഷ്യൻ മടങ്ങാൻ ആഗ്രഹിക്കുന്നു. 3 ഘട്ടവും നടക്കണില്ല. എന്തിനാ മടങ്ങണത്? ചെയ്യാത്ത നന്മകൾ ചെയ്യാൻ. 1, ഒറ്റ വാക്ക് പറഞ്ഞ. 2, ചെയ്തു പോയ തിന്മകൾ തിരുത്തി ഇനി തിന്മകളില്ല ഒരു ജീവിതം സൃഷ്ടിച്ചിട്ട് റബ്ബ് തൃപ്തിപ്പെട്ടവരായി മടങ്ങി വരാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ വല്ലാത്തൊരു വിഷയം. ഞാൻ ആദ്യം പറഞ്ഞെന്തറിയും, കേവലം ഒരു പരലോക പ്രസംഗമല്ല. ഇതിൽ നമ്മൾ കുറെ പഠിക്കേണ്ട, കുറെ പകർത്തേണ്ട കുറെ കാര്യങ്ങൾ ജീവിതവുമായി ബന്ധപ്പെടുത്തി. കുറച്ചും കൂടി മുന്നോട്ട് ഉപയോഗിക്കുക. മരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ വിലാപം, നരകത്തിന്റെ മുന്നിലെ വിലാപം, നരകത്ത് കിടക്കുമ്പോഴുള്ള മനുഷ്യന്റെ വിലാപം എന്താ? അല്ലാഹുവേ ഒന്ന് തിരിച്ചേക്കണേ, നന്നാകാൻ, സൽക്കർമ്മകാരിയാകാൻ, തെറ്റിൽ നിന്ന് തിരുത്താൻ, നല്ലത് ചെയ്യാൻ. അങ്ങനെ ആലോചിക്കുകയാ. ദുനിയാവിൽ നിസ്കരിച്ചിട്ടും ഇപ്പൊ നരകത്തില, നോമ്പ് നോറ്റിടുവാ പക്ഷെ നരകത്തില. എന്തേ ഞാൻ നരകത്ത് പോകാനുള്ള കാരണം? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടാത്തൊരു സാമ്പത്തിക രംഗം എനിക്കുണ്ടായിരുന്നു. എന്റെ സാമ്പത്തിക രംഗം പലിശയിൽ അധിഷ്ഠിതമായിരുന്നു. എന്റെ സാമ്പത്തിക രംഗം പലിശയിൽ അധിഷ്ഠിതമായിരുന്നു. എന്റെ വിവാഹം, എന്റെ വിവാഹത്തിന്റെ ഫണ്ട്, എന്റെ പൊന്നുമോളുടെ വിവാഹത്തിന്റെ ഫണ്ട്, എന്റെ വീടുണ്ടാക്കിയത്, എന്റെ വാഹനം വാങ്ങിയത്, എന്റെ കച്ചവടം ഡെവലപ്പ് ചെയ്തത്, എന്റെ പൊന്നുമോനെ പഠിപ്പിക്കാൻ ആവശ്യമായ സമ്പാദ്യം കണ്ടെത്തിയത്, ജീവിതത്തിന്റെ ഏതേത് മേഖലകളും കൈകാര്യം ചെയ്ത സമ്പത്ത് പലിശയിൽ അധിഷ്ഠിതമാ. ഇത് പറയുമ്പോ 99.9% മുസ്ലിങ്ങൾക്കും ചെറിയൊരു അടങ്ങാറുണ്ടാവും. എന്തടങ്ങാറ്? ബിസിനസ് മുഴുവനും പലിശയില്ല. 2ാം നിലയിൽ കയറുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ റൂം, ആ റൂം ഇപ്പോഴും ബാങ്കിലെ ലോൺ അടച്ചു തീർന്നിട്ടില്ല. ആ റൂമിൽ നിൽക്കുമ്പോ തന്നെ ഒരു ശ്വാസം മുട്ട. കാരണം എന്താ? ഹറാമിലാണ് റൂം ഉണ്ടാക്കിയത്. ഇതൊക്കെ ഒരു തിന്മയാണോ പോലും ആളുകൾക്ക് ഇപ്പോൾ അറിയില്ല. ഞാൻ തുറന്നാണ് പറയാ, പലിശ ഒരു തിന്മയാണോ, നരകത്തിലെത്തുന്ന ഒരു പ്രവർത്തനാണോ എന്ന് പോലും ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ ഒരു കാര്യം മാത്രം എല്ലായിടത്തും പറഞ്ഞ ഒരു കാര്യം പിടി പറയാം. മിനിമം ഉമ്മയെ സ്നേഹിക്കുന്നവരെ ഞാനും നിങ്ങളും, ഉമ്മയെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരാ ഞാനും നിങ്ങളും. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു പോയത് എന്തറിയോ? പലിശയുടെ 72 കവാടങ്ങളിലൊന്ന്
പലിശയുടെ 73 കവാടങ്ങളിലൊന്ന് 2 ഹദീസും സ്വഹീഹ. ആ ഒന്നെന്താണെന്നറിയുമോ? 72 ഏറ്റവും ചെറുത്, അല്ലെങ്കിൽ 73 ഏറ്റവും ചെറുത്. ഐസറുഹാ മിസ്ല അയ്യൻകിഹ റജുലു ഉമ്മഹു. ഒരാൾ തന്റെ പൊന്നമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം അമ്മച്ചിനെ വ്യഭിചരിക്കുന്ന പ്രവർത്തനാണ് പലിശ എന്നറിയാതെയോ അറിഞ്ഞോ ചെയ്തുപോയ മുസ്ലിം നാളെ ആഖിറത്തിലെത്തുമ്പോ ബേജാറാക പഠിച്ചവനൊന്ന് തിരിച്ചയച്ചോണ്ടറപ്പേ. എന്തിനാന്നറിയോ? മരിച്ചാലും കണ്ടില്ല, വീടില്ലെങ്കിൽ കുഴപ്പമില്ല, നാടോടികൾ കണ്ടില്ലേ ഷട്ടർ അടക്കാൻ കാത്തുക്കാണ്, എന്തിന്? കടത്തണ്ടേ കിടക്കാൻ. അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, എന്നാലും ഈ ഹറാമുമായിട്ട് എനിക്ക് ഇനി ബന്ധം വേണ്ടറപ്പേ, അതുകൊണ്ട് നരകത്ത് കിടക്കണം പറയാം. പഠിച്ചവനെ ഒന്ന് തിരിച്ചയച്ചോണ്ടാ. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നടക്കണ കാര്യമില്ല. സാധ്യമാകാത്ത വിഷയങ്ങൾ മനുഷ്യര് പറഞ്ഞു പോണത് എവിടെയാ? ഖേദ പ്രകടനങ്ങൾ എവിടെയാ? വിലാപങ്ങൾ എവിടെയാ? വല്ലാത്ത പശ്ചാത്താപത്തിന്റെ മനസ്സെവിടെയാ? ഒരിക്കലും സ്വീകരിക്കപ്പെടാത്ത ലോകത്താണ് മനുഷ്യന്റെ വിലാപം, ലോകത്താണ് മനുഷ്യന്റെ പശ്ചാത്താപം. അത്തരമൊരു ലോകത്താണ് മനുഷ്യന്റെ വേദനകളും പ്രകടനങ്ങളും മനുഷ്യരങ്ങോട്ട് പറഞ്ഞു പോണത്. കൂട്ടരങ്ങളൊന്ന് ആലോചിച്ചോക്കെ. ഈ സെക്കൻഡിൽ പോലും നമ്മളെ മനസ്സിൽ അത്രയൊരു ചിന്ത കടന്നു വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മള് ആ ചിന്ത കടന്നു വരുന്നൊരു സമയം വരും, പക്ഷെ ഒരിക്കലും ആ ചിന്തക്ക് പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. ആ സമയത്ത് ചിന്തക്കും ആലോചനയ്ക്കും പ്രസക്തിയുള്ളത് മരണത്തിന് മുമ്പാണ്. മരണത്തോടുകൂടി പിന്നെ ചിന്തക്കും പ്രസക്തിക്കുന്നു ആലോചനക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആകായിരുന്നു, അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതാണ്, ഒരു കാര്യമില്ല. ഖുർആൻ പറയാം എന്ത്? കുറ്റം സ്വയം അങ്ങ് ഏറ്റു പറയും. മനുഷ്യരെ കുറ്റം അങ്ങ് ഏറ്റു പറയും, ചെയ്തു പോയത് ഏറ്റു പറയും, അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയും. ഒപ്പം മടങ്ങാൻ ആഗ്രഹിക്കുകയും. രണ്ടും നടക്കൂല, രണ്ടും അല്ലാഹു കണ്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു കാര്യം കൂടി ഞാൻ ആയത്ത് പറയാം, ഒരു വിഷയം കൂടി പറയാം. ആ കൂട്ടത്തിൽ 3-ാം അധ്യായം സൂറത്ത് ആലു ഇംറാൻ 30-ാമത്തെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കെന്നറിയാം. يوم تجد كل نفس ما عملت من خير محضرا كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا. നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും ഹാജരാക്കപ്പെട്ടതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസത്തെക്കുറിച്ച് നമ്മളോട് റബ്ബ് പറയും, നിങ്ങൾ ഓർക്കണമെന്നാണ്. എന്റെ നന്മയും എന്റെ തിന്മയും എന്റെ മുന്നിൽ കണ്ടെത്തുന്ന ദിവസമാണ്. തന്റെയും അതിന്റെയും ഇടയിൽ, എന്റെയും എന്റെ തിന്മയുടെയും ഇടയിൽ, എന്റെയും എന്റെ പാപത്തിന്റെയും ഇടയിൽ, ഞാൻ ഈ ദുനിയാവിൽ മരിക്കുന്നത് വരെ ചെയ്തു പോയ തിന്മകളുടെ ഇടയിൽ അതും ഞാനും തമ്മിൽ വലിയ വിദൂരമുണ്ടായിരുന്നെങ്കിൽ, ഒരുപാട് അകലമുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ചെയ്തു പോയ ഹറാം എന്നെ തൊട്ടൊരുപാട് അകലത്തിലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനേ എന്ന് ഓരോ വ്യക്തിയും അന്ന് കൊതിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ അങ്ങ് പഠിപ്പിക്കുകയാ. ഞാൻ സിനിമ ഉണ്ട്, ഞാൻ സംഗീതം കേട്ടു, ഞാൻ മൊബൈലിനകത്ത് ഡൗൺലോഡ് ചെയ്തു. ഇപ്പൊ എന്താ പരിപാടി? ഇതില് ഫുൾ ടൈം തരും. നിങ്ങളുണ്ടല്ലേ എവിടെ? ഇന്നിപ്പോ ഞാൻ വരുമ്പോണ്ട് ഒരു ചങ്ങായി നിൽക്കണം. എന്താ ഇതുമ്പോ തന്നെ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. നിങ്ങളായിരുന്നല്ലേ? ഓ എന്നെ കണ്ടിരുന്നല്ല. നമ്മളെ തലമുറയുടെ ഒരു അവസ്ഥയിൽപ്പെടുന്നത് ഇത് തന്നെ. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ഒരു സ്വന്തം എന്താ പരിശോധിച്ച് നോക്കി. ഇങ്ങോട്ട് മേടിക്കും. ഇതിന് സുഹൃത്തുപ്പെടുത്ത് പറഞ്ഞെന്തറിയോ? ഒരാളെ മൊബൈൽ ചോദിച്ചപ്പോൾ അയാൾ കൊടുത്തില്ല. കാരണം എന്താ? നിസ്കരിക്കുന്ന, നോമ്പ് വിൽക്കുന്ന ആളാണ്. അയാളെ മൊബൈൽ അയാൾക്ക് കൊടുക്കാൻ പേടി. എന്താ പേടി? ഹറാമിന്റെ സംഗീതത്തിന്റെ ധ്വനി കേൾക്കുന്ന, ചിത്രച്ചെലി കേൾക്കുന്ന പാട്ടുകൾ അതിലുണ്ട്.
ഹറാമിന്റെ ചിത്രങ്ങൾ അതിലുണ്ട്, ഷോർട്ട് ക്ലിപ്പുകളുണ്ട്, അനിസ്ലാമികമായ ക്ലിപ്പുകൾ പലതും പലരുടെയും മൊബൈലിലുണ്ട്. ഈ ഹറാം പൊളിച്ച ഹറാം പാതിരാത്രിയുടെ സ്വകാര്യതയിൽ അവരവന്റെ സുഹൃത്തുക്കളോടൊന്നിച്ചിരുന്ന് നട്ടുച്ചക്ക് പോലും സ്കൂളിന്റെ വരാന്തയിൽ പോലും അധ്യാപകർ പോലും പിടിക്കുകയാണ് ഈ തനിച്ച പൊളിച്ച ഹറാം. ഓരോ കുഞ്ഞിന്റെ മൊബൈലിനകത്തും വൃത്തികേടുകൾ അങ്ങ് നിറഞ്ഞു കിടക്കുകയാ. ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു എന്ത്, ഇത് റബ്ബിന്റെ കോടതിയിൽ വരും ഉണ്ടോ? ഇതുപോലൊരു കേബിള് കുറച്ചും കൂടെ ഒക്കെ കട്ടിയുണ്ടാവും, ചുറ്റി ഇറയത്തൂടെ ഇറക്കിക്കൊണ്ടെന്ന് വീട്ടിന്റെ അമ്മർത്ത് വെച്ച് പൂമുഖത്ത് വെച്ച് കയ്യിൽ റിമോട്ട്, പിന്നെന്താ മാറി കാണല, എന്താ സാധനം, കേബിൾ കണക്ഷൻ അല്ലെങ്കിൽ ഡിഷ് ചാനൽ. ഞാൻ ചോദിക്കല്ല, പക്ഷെ ആഗ്രഹിക്കാണ്, പഠിച്ചോനെ ഈ കൂട്ടത്തിൽ ആരുടെ പുരയിലും ഹറാമിന് വേണ്ടി അത് ഉപയോഗിക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. 5 നേരം നിസ്കരിക്കുന്നവന്റെ പുരയിലുണ്ട് ഈ ഹറാം. അപ്പൊ ഒരാള് പറയണ എന്നോട്, എന്തറിയോ, മക്കത്ത് പരിശുദ്ധമായ ഹറമിലെ നിസ്കാരം, അവിടുത്തെ തറാവീഹിന്റെ ഖിറാഅത്തുകൾ, അവിടുത്തെ നിസ്കാരമൊക്കെ കേൾക്കാൻ അത് ഉപകരിച്ചൂടെ? എങ്ങനെ നല്ല കാര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപകരിച്ചൂടെ? സാധാരണ മസാലേ, നാട്ടുമ്പുറത്ത് എല്ലാ മൗലവിമാരി മസാലേ നല്ലതുണ്ടല്ലോ, ഇടയിൽ കള്ളിനെ പറ്റി പറഞ്ഞ മാതിരി. എന്നാൽ ഇന്ത്യ രാജ്യം കണ്ട വലിയൊരു പണ്ഡിതനാണ് അലി മിയാൻ റഹിമഹുല്ല. ആര്? അബുൽ ഹസൻ അലി നദവി. അദ്ദേഹം ഈ ജാതി ചപ്പടാച്ചി വർത്താനത്തിന് ഒരു മറുപടി പറയും. അത് മാത്രം ഞാൻ ആ വിഷയത്തിൽ പറയാണ്. അലി മിയാന്റെ മറുപടി കേട്ടോ. ഏത്? നല്ലതുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടേ ഈ ഹറാമ് കാണുന്നവരുണ്ടല്ലോ അതിന്റെ ഇടയിൽ കൂടി ഓലോട് മറുപടി പറയാ. അദ്ദേഹം പറയണ ഒരാളുടെ കാലിൽ ഒരു വ്രണമുണ്ടായി, കാലുമൊരു മുറി ഉണ്ടായി. ആ മുറി ഇങ്ങനെ പഴുത്ത് ഭാര്യ വരെ എന്താ നിങ്ങളൊന്ന് കഴുകി വൃത്തിയാക്കി കാണും, ആരും ഡോക്ടറെ കൊണ്ട് കെട്ടിച്ചാണി എന്നൊക്കെ പറഞ്ഞ അത്ര അറപ്പ് തോന്നുന്ന പോലത്തെ. പക്ഷെ ആ മുറിന്റെ ഇടയിൽ നിന്ന് ഇടക്ക് ഒരു തേനിന്റെ തുള്ളിങ്ങനെ എറ്റി വീഴും. ആരെങ്കിലും നാവ് കൊണ്ട് നക്കി തോർത്തുമോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ചോദ്യം. ഇതാണ് സത്യത്തിൽ ഇന്നത്തെ കേബിൾ സംവിധാനമുള്ളത്. ഇടയിലൊരു തേനുണ്ട് വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും ഈ വ്രണം നക്കി തുടക്കുമോ സഹോദരങ്ങളെ? ഞാൻ രണ്ടാമത്തെ ഒരു വെല്ലുവിളി എന്ന് പറയാൻ പാടില്ലല്ലോ, എന്നാ ഒരു വെല്ലുവിളി. എന്താ വെല്ലുവിളി അറിയാം? 100% ഉറപ്പ് പറയാൻ പറ്റുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? എന്റെ പുറയിൽ ഈ സാധനം ഉണ്ടായിട്ട് എന്റെ മക്കള് സിനിമ കണ്ടിട്ടില്ല, എന്റെ മക്കള് സീരിയല് കണ്ടിട്ടില്ല, എന്റെ മക്കള് ഹറാമായ പൊളിച്ച സംഗീതം കേട്ടിട്ടില്ല, എന്റെ മക്കള് കാർട്ടൂണിന്റെ മുന്നിൽ നിന്നിട്ടില്ല, എന്റെ മക്കള് പാതിരാത്രിയേറി ഹറാമായ ഒരുപാട് ഇതിനകത്ത് കടന്നു വരുന്ന ഹറാമിന്റെ ലോകത്തേക്ക് കടന്നുപോയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ചിലര് ന്യായീകരിക്കണം അങ്ങനെ. രണ്ടാമത്തെ ഒരു ന്യായീകരണം, ന്യൂസ് ഉണ്ടല്ലോ എന്നാണ്. ശരി, ന്യൂസ് ഉണ്ട്. 2 മാസം ആകെ നമുക്ക് മാസങ്ങളിൽ ഇപ്പൊ 1 മാസം മേലുണ്ട്, ആരും പ്രാർത്ഥിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? 2-3 ദിവസം ഈ മാസം കാണാൻ നമ്മൾ ആകെ തിടുക്കം കൂട്ടാൻ 2 സമയമുണ്ട്. 3 സമയം. ഒന്ന് നോമ്പ്, ചെറിയൊരു നാള്, ഇനി വലിയൊരു നാള്. ഈ 3 സമയത്തെ നമുക്ക് മാസം വേണ്ടു. എന്നാല് ഈ 3 സമയത്ത് നമ്മൾ TV തുറന്നു നോക്കും, അവിടെ മാസം കണ്ടോ, ഇവിടെ മാസം കണ്ടോ. എന്നോട് ഒരാൾ ചോദിച്ചു, എന്തൊക്കെ പറഞ്ഞാലും അതിനകത്ത് മാസം കാണാമെന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ, ഉണ്ടെങ്കിലും എന്നാലും ഒന്നും ഒഴിവാക്കാനാവില്ല. അപ്പൊ ഞാൻ ചോദിച്ചു തിരിച്ച്, അല്ല സ്വാഭാവികമായിട്ട് ആ മാസം കാണുന്ന കാഴ്ച പറയുന്നതിന്റെ ഇടയില് ചന്ദ്രികാ സോപ്പിന്റെ തുണി അഴിച്ചിട്ട പരസ്യവുമായി ഒരു പെണ്ണ് വരാറുണ്ടോ? അത് പിന്നെ ഇല്ലായിരിക്കും. എന്നാ പിന്നെ ഞാൻ എന്റെ കാര്യം പറയാല്ല, കൂട്ടിച്ചാളി. അതാ ചോദിച്ചു, ഉറപ്പുവരാൻ പറ്റുമോ? എത്രയാ ആളുകൾ അതിന്റെ മുന്നില്, സഹോദരിമാരെത്രയാ അതിന്റെ മുന്നില് നിസ്കരിച്ചിട്ട്. ഈ അടുത്തെന്റെ ഒരു സുഹൃത്തിന്റെ അമ്മ പറഞ്ഞെന്തറിയോ, സത്യം പറഞ്ഞാല് ഞാൻ നോമ്പൊൽക്കും സക്കാത്ത് കൊടുക്കും, ഉംറ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും കാലം ഇങ്ങനൊരു സംഗതി എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. സത്യത്തിൽ പൂർണ്ണമായും ആ ഉമ്മ ഇതിന്റെ മുന്നിൽ നിന്ന് മാറി. കാരണം ഇടക്കൊക്കെ ഒരു സീരിയലിൽ കാണായിരുന്നു, നമ്മുടെ പെണ്ണുങ്ങൾക്ക് പരിചിതമായ. ഞാൻ ഒരിടത്ത് ഇങ്ങനെ യാത്ര കണ്ടു, തിങ്കൾ മുതൽ വെള്ളി വരെ എന്ത് ചന്ദനമഴ. പോലും ചിരിക്കുണ്ടാവും, ചില പോലിക്കല്ല പരിചയം ഉണ്ടാവും. ഞാനൊരിടത്ത് കണ്ട പോസ്റ്ററാ. അപ്പൊ എന്താ റബ്ബേ ഇങ്ങനെ ഒരു മഴ? അപ്പളാ എന്താ
ഒരു പെണ്ണിങ്ങനെ നിൽക്കുന്നുണ്ട്, വേറെ ചുങ്ക അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്താ സീരിയലാണ്, തിങ്കൾ മുതൽ വെള്ളി വരെ. മുസ്ലിം പെണ്ണിന്റെ പൂമുഖം സജീവമാണ്, മുസ്ലിമിന്റെ പൂമുഖത്തെ വൃത്തികേട് സജീവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, കുട്ടികളുടെ സംസ്കാരത്തെ വരെ ബാധിക്കുന്ന, കുട്ടികളുടെ ബുദ്ധിയെ വക്രീകരിക്കുന്ന, ജീവിതത്തിൽ ഹറാമുകൾ പഠിപ്പിക്കുന്ന, സ്വന്തം ഭർത്താവിന്റെ നന്മയെ ധിക്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന, അവനവന്റെ കുടുംബത്തിന്റെ ശൈഥില്യത്തിന് കൂപ്പുകൂത്താൻ കാരണമാകുന്ന ഈ വളിച്ച പുളിച്ച വൃത്തികേടുകൾ വലിച്ചിറക്കിയത് അതങ്ങ് പൊട്ടിച്ച് കളയാൻ ഈമാനുള്ളവരെ, മരണത്തിന്റെ സമയത്ത് മനുഷ്യര് പറഞ്ഞു പോകും, മരണത്തിന്റെ സമയത്ത് പറഞ്ഞു പോകും, നരകത്തിന്റെ മുന്നിൽ പറഞ്ഞു പോകും, നരകത്തിൽ എത്തപ്പെട്ടാലും പറഞ്ഞു പോകും. അതിനപ്പുറം മനുഷ്യന്റെ മുന്നിൽ കണ്ടുപോയത് മുഴുവനും അങ്ങ് കടന്നു വരികയാ. ആളുകൾ ആലോചിച്ചു പോവുകയാണ്, ആഗ്രഹിച്ചു പോവുകയാണ്, അല്ലാഹുവേ ഞാനും കണ്ടുപോയ ഹറാമും തമ്മിൽ ഒരുപാട് വിദൂരതയുണ്ടായിരുന്നെങ്കിൽ. മനുഷ്യരാഗ്രഹിച്ചു പോയി, ഞാനും എന്റെ ഹറാമും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടായിരുന്നെങ്കിൽ, ഞാനും ഞാൻ പറഞ്ഞ തെറിയും, ഞാനും ഞാൻ പറഞ്ഞ നുണയും, ഞാനും ഞാൻ പറഞ്ഞ ഗീബത്തും, ഞാനും ഞാൻ പറഞ്ഞ വൃത്തികേടുകളും ഒരുപാട് വിദൂരത ഉണ്ടായിരുന്നെങ്കിൽ, ഞാനും ഞാൻ കണ്ട ഫുട്ബോൾ സ്റ്റേഡിയവും ഒരുപാട് വിദൂരത ഉണ്ടായിരുന്നെങ്കിൽ. പറയാതെ വിട്ടാൻ പറ്റൂല, മലപ്പുറം ജില്ലയിൽ അർജന്റീനയിൽ പോലും ഇത്ര ഹരം ഉണ്ടാവൂല. ഏതിന്? കാൽപന്ത് കളിയിൽ. നിങ്ങളുണ്ടല്ലേ എങ്ങനെ നമ്മളവിടെ കൂടെ കാണാം, ആവേശത്തിന്റെ കുട്ടുപുട്ടി കയറിയിട്ട് മലപ്പുറവും ഒരു പ്രത്യേക അനൗൺസ്മെന്റ് ഇങ്ങനെ കേൾക്കുമ്പോ തന്നെ നമുക്കൊന്ന് ബദറൂഹതൊക്കെ ഇവിടെ തന്നെയാണോ? അങ്ങനെ ഞരമ്പുകള് ഞരമ്പൊക്കെ പൊന്തിക്കണമായിരുന്നു ഒരു തരം കട്ടപ്പെട്ട അവതരണ ശൈലി. എന്നിട്ട് ഇങ്ങനെ വരും, അതിന്റെ ഇടയിൽ കൂടി പുളിച്ച പാട്ടുണ്ടോ, എന്നിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും നരകളി. എന്നിട്ട് എല്ലാരും മഗ്‌രിബിന്റെ സമയത്ത് എവിടെയാ? എല്ലാ മുസ്ലിം ചെറുപ്പക്കാരനും മഗ്‌രിബിക്ക് എവിടെ? ഞാന് വെല്ലുവിളിക്കാന്ന് പറയാൻ പാടില്ല, തുറന്നാണ് പറയാ. ഉമ്മത്ത് മുസ്ലിമയിലെ ഭൂരിപക്ഷത്തിനും നമസ്കാരമില്ല. 2 നിസ്കാരം വിശിഷ്യ, അല്ലെങ്കിൽ 3 ഏത് ഈ സീസൺ വന്ന മഗ്‌രിബ് ഇല്ല, ഇശാഉല്ല, പൊതുവെ സുബഹി ഇല്ല. അത് കോമൺ ആണ്, സുബഹി ഇല്ല. അവിടെ സംഘടനാ വേർതിരിവൊന്നുമില്ല. എങ്ങനെ സംഘടനാ വേർതിരിവൊന്നുമില്ല? ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ് അങ്ങനെയൊന്നുമില്ല. സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോണ ആൾക്കാർ ഉമ്മത്ത് മുസ്ലിമിൽ കുറവാ. ഞാൻ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയോ പ്രയാസപ്പെടുത്താൻ വേണ്ടിയോ ഇടങ്ങാറാക്കാൻ വേണ്ടിയൊന്നും പറയില്ല, വാസ്തവം പറഞ്ഞതാ. ഒരു കാര്യത്തിന്റെ കൂടെ അടിയേണ്ട അത്യാവശ്യം എന്ത്? 2 നിസ്കാരം ഉമ്മത്ത് മുസ്ലിമക്ക് സീസണിൽ നഷ്ടപ്പെടും. ഇപ്പോഴും ഈ കാലത്തുണ്ട് ചിലയിടത്തൊക്കെ കളി. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ബോർഡ് കണ്ടു, ഒരിടത്ത് 7 സ്റ്റാർ 9 സ്റ്റാർ 11 സ്റ്റാർ എന്ത്? ഓരോ ഗ്രൂപ്പ്, ഓരോ കളി, ഓരോ കപ്പിന്റെ പേരില്. എന്നിട്ടോ 6:30 മണിയാവുമ്പോ മുസ്ലിം ചെറുപ്പക്കാരൊക്കെ ഗ്രൗണ്ടിന്റെ ചുറ്റും നടക്കും. എന്താ എല്ലാരും കൂടി സിറാത്തുൽ മുസ്തഖീം അല്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാവരും പന്തകളുടെ മുന്നില് എല്ലാരും പന്തകളുടെ മുന്നില്. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. സഹോദരാ, അല്ലാഹുവിനെ ഓർക്കണേ സഹോദര, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിന്റെ മഗ്‌രിബ് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, നിന്റെ മഗ്‌രിബ് നഷ്ടപ്പെട്ടു പോയി, നിന്റെ ഇശാ നമസ്കാരം നഷ്ടപ്പെട്ടു പോയി. ഹബീബായ ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു പോയത് എന്തറിയോ? അൽ അഹ്ദല്ലദീ ബൈനനാ വ ബൈനഹുമുസ് സ്വലാഹ്, നമ്മുടെയും അവരുടെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. ഫമൻ തറകഹാ, ആര് നമസ്കാരത്തെ ഉപേക്ഷിച്ചുവോ ഫഖദ് കഫറ, അപ്പോൾ തീർച്ചയായും അവൻ കാഫിറാണ്. 7 സ്റ്റാറിന്റെ പേരിൽ ഈ മലപ്പുറം ജില്ലയിൽ കാഫിറുകളായ മുസ്ലിമീങ്ങൾ എത്രയാ? 11ന്റെ പേരിൽ കാഫിരീങ്ങളായി പോണ മുസ്ലിങ്ങൾ എത്രയാ? മഞ്ചേരിയിൽ ഒരു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം തുടങ്ങി 10,000 ആളുകളെ കൊള്ളുന്ന 10,000 കണക്കിന് ആളുകളിൽ 9,000-ലധികം ആളുകളുമാരാ മുസ്ലിമീങ്ങളാ. ഈ 9,000 അധികം ആളുകൾക്കും മഗ്‌രിബ് നമസ്കാരമില്ല, ഇശാ നമസ്കാരമില്ല, പിറ്റേന്ന് രാവിലെ സുബ്ഹിയുമില്ല. കാഫിറുകളായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലല്ലേ മരണമങ്ങ് കടന്നു പോകുന്നത്. ഈ പന്ത് കളിക്കണ്ടത്ത്, ഈ പാടത്ത്, ഈ ഒരു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിനകത്ത് മരണത്തിന് വിധേയമായ ആളുകളില്ലേ? ഒരു 3-4 കൊല്ലം മുമ്പ് അരീക്കോട് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിനകത്ത് ഗാലറി പൊട്ടി വീണിട്ട് 7-8 ആളുകൾ മരണപ്പെട്ടിട്ടില്ലേ? ഈ മരിച്ചവന്റെ സ്ഥിതിവിശേഷത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ
ഈമാനോട് കൂടിയാണോ മരണപ്പെട്ടു പോയത്? നിസ്കരിക്കുന്നവനായിട്ടാണോ മരണപ്പെട്ടു പോയത്? മഗ്രിബ് നഷ്ടപ്പെട്ടവനായിട്ടല്ലേ? ഇശാ നഷ്ടപ്പെട്ടവനായിട്ടല്ലേ? പിറ്റേന്നത്തെ സുബഹി നഷ്ടപ്പെട്ടവനായിട്ടല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കണേ സത്യവിശ്വാസികളെ, പ്രവർത്തകരെ, സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന പരിസരത്തെ മുസ്ലിമീങ്ങളെ, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുന്ന മുസ്ലിമെ ആലോചിക്കണേ. ഏതിന്റെ മുന്നിരുന്നിട്ട് സമയം കളയുമ്പോഴോ നമസ്കാരത്തെ മറന്നുപോയില്ല, നമസ്കാരത്തെ മറന്നുപോയില്ലേ? വല്ലാത്തൊരു ദയനീയതയല്ലേ? വിനോദങ്ങളോടുള്ള ഇസ്ലാമിന്റെ സമീപനത്തെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഹറാമിനോടുള്ള ഇസ്ലാമിന്റെ സമീപനത്തെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഗൗരവമല്ലേ വിഷയം? പള്ളികളിൽ നിന്ന് ഉസ്താദുമാരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജനതകളെ ഉപദേശിച്ചാലും, നിങ്ങൾ ജനതകളോട് പറഞ്ഞു പോയാലും, ഈ തൊപ്പിയിട്ട മുജാഹിദായ ഈ ഉള്ളവന്റെ സംസാരത്തെക്കാളും തലപ്പാവ് നീട്ടിയ പരിസരത്തെ പള്ളിയിലെ ഖത്തീബേ, പ്രിയപ്പെട്ട സഹോദര, നിങ്ങളുടെ സംസാരത്തിന് പ്രസക്തി ഉണ്ടെന്ന ബോധ്യത്തോടുകൂടി തന്നെ പറയാ. ഒരു വാക്ക് ഈ ഹറാമിലേക്ക് കടന്നു പോകുന്നവരോട് നിങ്ങൾക്ക് പറയാനുണ്ടോ? ഒരു വാക്ക് മിമ്പറിന്റെ താഴെ നിന്നിട്ട് തറഖുത്തുബ നടത്തുമ്പോ പറഞ്ഞാലും മതി. കൂട്ടരേ, മഗ്രിബും ഇശാവും കളഞ്ഞിട്ട് ഒരു പന്ത് കളി ഇസ്ലാമിൽ ഹറാമാണ്. ഒരു വാക്ക് പറയാൻ. സുബ്ഹാനല്ലാഹ്, എന്താ ഈ സമുദായത്തിന്റെ അവസ്ഥ? അതുകൊണ്ട് വിശ്വാസികളെ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യര് അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോ നന്മയും തിന്മയും ഇങ്ങനെ നോക്കിയാലും മുന്നിൽ കുറെ പന്തളി, കുറെ നുണർഞ്ഞു, കുറെ അതും കുറെ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ടാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്ക് ഞങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നത്. 6-ാം അധ്യായം സൂറത്ത് അൻആം 31-ാമത്തെ വാചകം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയാം, ഒരാൾക്കും ദഹിക്കാത്തൊരു വിഷയം ഞാൻ പറയുന്നത്, ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യം. ഞാൻ ഒരു ലിസ്റ്റ് ഇവിടെ നിരത്തിയാൽ നിങ്ങൾക്ക് പ്രയാസം. ജീവിതത്തിൽ ഒരു ലിസ്റ്റ് ഇപ്പൊ ഞാനിങ്ങളും പോണത്, ഞാനിങ്ങളിപ്പോ പോണ ഒരു ലിസ്റ്റ് നിരത്തിയ, രാവിലെ എണീറ്റിട്ട് വീട്ടിൽ നിന്ന് ആദ്യം ചെയ്യുന്ന പ്രവർത്തനം മുതൽ ഇന്ന് രാത്രി തിരിച്ച് വീട്ടിലേക്ക് എത്തിയാൽ അവസാനം ചെയ്യുന്ന പ്രവൃത്തി വരെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ഇസ്ലാമികമായത് എത്ര ഉണ്ട്, ഇസ്ലാമിക വിരുദ്ധമായത് എത്ര ഉണ്ട്? നിങ്ങളൊന്ന് എണ്ണിക്കോളി. ഓരോരുത്തരും എണ്ണീറ്റ് ആ വിഷയം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആയത്ത് പറയൂ. وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون. അവരവരുടെ പാപഭാരങ്ങൾ അവരുടെ മുതുകുകളിൽ വഹിക്കുന്നുണ്ടായിരിക്കും. അലാ സാഅ മാ യസ്റൂൻ. അവര് പേറുന്ന പാപത്തിന്റെ ഭാരം എത്ര ചീത്തയാണ്, അവര് പേറുന്ന പാപത്തിന്റെ ഭാരം എത്ര ചീത്തയാണ്. അവനവന്റെ മുതുകുകളിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ പാപത്തിന്റെ പാണ്ടക്കെട്ടുകളുമായി പടച്ച റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുന്നവന്റെ ദയനീയ സ്ഥിതിവിശേഷത്തെ പറ്റി ആലോചിച്ചോ. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ തനിച്ചായി പോകുന്ന നിമിഷത്തിലെങ്കിലും 35 കൊല്ലത്തെ, 25 കൊല്ലത്തെ, 40 കൊല്ലത്തെ, 50 കൊല്ലത്തെ, 60 കൊല്ലത്തെ ആയുസ്സിനിടയിൽ പ്രായപൂർത്തിക്ക് ശേഷം ഈ നിമിഷം വരെ പടച്ച റബ്ബ് തൃപ്തിപ്പെട്ടു പോയതെത്ര, അള്ളാഹു തൃപ്തിപ്പെടാത്തതെത്ര. സംഘടനാവൽക്കരിച്ചിട്ട് വിഷയത്തെ കാണണ്ട, സ്വതന്ത്രമായി ഏതൊരാൾക്കും പഠിക്കാൻ ഭാഗത്തിന് സ്വതന്ത്രമായ ഒരു ചർച്ചയാണ്. അതുകൊണ്ട് ആലോചിക്കണേ, ജീവിതത്തിന്റെ ഈ നിമിഷം വരെ ചെയ്തു പോയ പ്രവർത്തനങ്ങളിൽ ഖൈറും ശർറും എന്ന് പരിശോധിച്ചാൽ ഏരോന്നിനും മാർക്കിട്ട് പോയാൽ എവിടെയാണ് ഭാരം തൂങ്ങുക, എവിടെയാണ് ഭാരം കുറയുക, ആലോചിക്കൽ അത്യാവശ്യമാണ്. എന്തിനെന്നറിയോ? ഒരിക്കലും രക്ഷയുടേതല്ലാത്ത, ഒരിക്കലും ആശ്വാസം ലഭിച്ചിട്ടില്ലാത്ത ഒരു വല്ലാത്ത ലോകം നമ്മുടെ മുന്നിൽ കടന്നു വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ വഹിക്കുന്ന പാപഭാരങ്ങളുമായി ആളുകൾ വരും. ഞാന് ആരും പ്രയാസപ്പെടുത്താൻ പറയല്ല, വഹിക്കുന്ന പാപഭാരങ്ങളിൽ ഏറ്റവും വലുതെന്തരങ്ങള്, തിന്മകളിൽ വെച്ച് ഏറ്റവും വലിയ തിന്മ അതെന്താ? അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കൽ, ശിർക്ക് ചെയ്യൽ. ലോകത്ത് പടച്ച റബ്ബ് പൊറുക്കപ്പെടാത്തൊരു പാപമാണെന്നാണ് ശിർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഉമ്മത്ത് മുസ്ലിമ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ? ലോകത്തേക്ക് കടന്നു വന്ന നബിമാര് മുഴുവനും ഈ ശിർക്കിനെതിരെ ശക്തമായി താക്കീത് ചെയ്തവരാണ്. ശിർക്കിന്റെ നേരെ എതിരായ
തൗഹീദിന് വേണ്ടി ശക്തമായി വാദിച്ചവരാണ്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശബ്ദം കേൾക്കുന്ന പരിസരത്ത് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഹബീബായ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാൻ മറക്കരുതെന്നാണ്. സ്വലാത്ത് ചൊല്ലണേന്നാണ്. എന്നെയും ഈ സംഘടിപ്പിച്ചവരെയും ഇവിടെ വന്നിരിക്കുന്ന പലരെയും പറ്റിയൊരു പരാതി എന്തറിയോ? എനിക്കും നിങ്ങൾക്കൊന്നും സ്വലാത്തില്ല എന്നാണ്. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ തിരുത്തേണ്ടത് ഞാനും നിങ്ങളോ സഹോദരങ്ങളെ. സ്വലാത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ച്, ഞാൻ യാത്രക്കാരനാ, ജമ്മു കശ്മീരിലാക്കി. ആ നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ സ്വലാത്ത് ഇല്ലെങ്കിലോ നിസ്കാരം തന്നെ ബാത്തിലായി. സ്വലാത്തില്ലേ? ഉണ്ട്. സ്വലാത്തുണ്ട്. ബാങ്ക് കൊടുത്തില്ലേ? ബാങ്ക് കൊടുത്തു. ശേഷം നമ്മൾ 4 കാര്യങ്ങൾ. ഒന്ന് ബാങ്ക് കൊടുക്കുക, അത് പറയാ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ഇല്ല അല്ലേ, റളിയതു ബില്ലാഹി റബ്ബൽ ഇസ്ലാമി ദീനൻ വ നബിയ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ. അങ്ങനെ 4 കാര്യങ്ങൾ. അതിൽ രണ്ടാമത്തെ കാര്യം എന്താ? സ്വലാത്ത് ചൊല്ലൽ. നിങ്ങൾ ആലോചിച്ചു, സ്വലാത്തിന്റെ നിമിഷങ്ങൾ ഒരു 2 ദിവസം കഴിഞ്ഞാൽ, ഇന്ന് ബുധൻ, നാളെ വ്യാഴം, മറ്റന്ന വെള്ളി. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താ? കുറെ പ്രത്യേകതകൾ, ഫളായിലുകൾ വെള്ളിയാഴ്ചക്ക് ഉണ്ട്. അതില് നബി തിരുമേനി പഠിപ്പിച്ച കാര്യം എന്താ? നമ്മളെല്ലാരും ഓതുന്ന 18-ാമത്തെ സൂറത്ത് അൽ കഹ്ഫ്. അത് മാത്രമാണോ? അല്ല. ഏകദേശം സുബി മുതൽ അല്ലെങ്കിൽ സുബിക്ക് ശേഷം അസ്ർ വരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രത്യേകം സ്വലാത്ത്. ഇതില്ലേ? നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമില്ലേ? അതെ. അപ്പൊ പിന്നെ സ്വലാത്ത് ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ 2 കാര്യത്തിൽ അത് ശരിയല്ല. ഒന്ന് അതൊരു ആക്ഷേപമാണ്, 2 അതൊരു നുണയാണ്. അപ്പൊ പിന്നെ ശരി പരിശോധിക്കണ്ടേ? ശരി പരിശോധിക്കണം. ഞാനിത് പറഞ്ഞപ്പോ സന്ദർഭത്തിൽ പറഞ്ഞു എന്ന് മാത്രം ആർക്കും പ്രയാസം തോന്നണ്ട. സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് ഞാനും നിങ്ങൾ ചൊല്ലണം, ചൊല്ലാറുണ്ട്. എന്നാൽ അതേ സ്വലാത്ത് കച്ചവടവൽക്കരിച്ചതോ, സ്വലാത്തിന്റെ നഗറുകൾ ഉണ്ടാക്കിയതോ, സ്വലാത്തിന് പ്രത്യേകമായ യോഗം മീറ്റിംഗ് സംഘടിപ്പിച്ചതോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. വളരെ ലളിതമാണ്. ഞാനിപ്പോഴും പറയുന്നത്, സ്വലാത്ത് ചൊല്ലണം. വെള്ളിയാഴ്ചയിൽ പ്രത്യേകം സ്വലാത്ത് സുന്നത്തുണ്ട്. 9ഓ 10ഓ സന്ദർഭങ്ങൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എണ്ണി പറയാൻ പറ്റും സ്വലാത്തുമായി ബന്ധപ്പെട്ട ഓരോ രംഗങ്ങളും. അല്ലേ? നോക്കിങ്ങള്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ആ വിഷയത്തിൽ. ഒരാൾ പ്രാർത്ഥിക്കാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഒരാൾ പ്രാർത്ഥിക്കാം, അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ലോകത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാ? അൽഹംദുലില്ലാഹ്. ഏറ്റവും വലിയ ദിക്ർ ഏതാ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്, അതിനു മുമ്പ് പറയണം ഈ വിഷയത്തിൽ. പ്രാർത്ഥന അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞിട്ട് ഒരാളാണ് പ്രാർത്ഥിക്കണം, പഠിച്ചോനെ എന്റേത് അങ്ങനെ ആക്കണം, പഠിച്ചോനെ എന്റേത് ഇങ്ങനെ ആക്കണം, അള്ളാഹ് സ്വർഗം തരണേ, അങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം ഒക്കെ പ്രാർത്ഥിച്ചു. പക്ഷേ അയാള് സ്വലാത്ത് ചൊല്ലിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ അയാൾ സ്വലാത്ത് ചൊല്ലിയില്ല. സഈദുൽ ഖഹ്താനി റഹിമഹുല്ലാഹ് ഹഫിളഹുല്ലാഹ് ഇറക്കിയ നമ്മുടെ കയ്യിലെ ഹിസ്നുൽ മുസ്ലിം നമുക്കൊക്കെ പരിചയമില്ലേ? ചെറിയൊരു ഹദീസിന്റെ പ്രാർത്ഥനയുടെ കിതാബ്. ആ പ്രാർത്ഥനയുടെ കിതാബിന്റെ മുഖദ്ദിമയിൽ അദ്ദേഹം കൊടുക്കുന്നത് കാണാം ഒരു ഹദീസ്, ഒരു ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് ഉദ്ധരണി കൊടുക്കുന്നതാണ്. എന്താണെന്നറിയോ? പ്രാർത്ഥനയുടെ മര്യാദ പഠിപ്പിക്കുന്നിടത്ത് കാണാം, ഹംദിന് ശേഷം അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരാള് സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അയാളുടെ പ്രാർത്ഥന ആകാശഭൂമികൾക്കിടയിൽ തൂക്കിയിടപ്പെടുന്നതാണ്. പടച്ച റബ്ബിങ്കിലേക്ക് പ്രാർത്ഥന കയറിപ്പോകൂല. അപ്പൊ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ പോലും എന്ത് വേണം? അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിപ്പിക്കണം. നമ്മളെ നോക്കിയിട്ട് പറയാണ്, കണ്ടോ ഇവർക്ക് സ്വലാത്തില്ല. ഞാൻ പറഞ്ഞു, 1 നുണ, 2 ആക്ഷേപം. നുണ പറഞ്ഞാൽ കദ്ദാബി എന്ന പേരുണ്ടാവും പരലോകത്ത്. ആക്ഷേപം പറഞ്ഞാലോ അതിന് കുറ്റുണ്ടാകും. എന്തിനാണ് പണ്ഡിതന്മാരെന്ന് പറയുന്നവരെ ജനങ്ങളെ കൊണ്ട് വെറുതെ നുണ പറയിപ്പിക്കുന്നത്? അല്ലേ? എന്നാണ് ആലോചിച്ചോക്കി. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെങ്കിലും സ്വലാത്തിന് വേണ്ടി പെട്ടി വെച്ചു? ഇല്ല. സ്വലാത്തിന് വേണ്ടി കുറ്റി വെച്ചു? ഇല്ല. സ്വലാത്ത് പെട്ടി നമ്മുടെ നാട്ടിലെ പള്ളിന്റെ മുന്നത്തെ കാണാം. സ്വലാത്ത് പെട്ടി, ദിക്ർ പെട്ടി, മറ്റേ പെട്ടി, ഈ പെട്ടി, ആ പെട്ടി. പക്ഷെ ഒരു പെട്ടി ഞാൻ ഇതുവരെ ഒരു പള്ളിന്റെ മുന്നിൽ കണ്ടില്ല. നിസ്കാരപ്പെട്ടി. നിസ്കാരപ്പെട്ടി 5 നേരമുള്ള ഒരു ഇബാദത്തല്ലേ? കൂട്ടരെ നിസ്കരിക്കാൻ വരുമ്പോ 10 രൂപയുടെ എന്താ പെട്ടി? നിസ്കാരപ്പെട്ടി. നോമ്പും പെട്ടി ഉണ്ടോ?
ഇല്ല. ഹജ്ജും വെട്ടി ഇല്ല. എന്താ അതിനൊന്നും വേണ്ടേ? അന്ന് പാടില്ല എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ അങ്ങനെ ശീലായിട്ടില്ല. അപ്പൊ ശീലായതാണ് പ്രശ്നം. എങ്കിൽ ആ ശീലാണ് മാറ്റിച്ചാൽ. നിങ്ങൾ ആലോചിച്ചൊക്കെ നിസ്കരിച്ചു പെട്ടിയിൽ 5 പൈസ ഇട്ടില്ല. പിന്നെന്തിനാ കൂട്ടരെ സ്വലാത്തില്ല പെട്ടിയിൽ പൈസ? നിസ്കാര ഇബാദത്താണ്. ഇപ്പൊ സ്വലാത്ത് ഇബാദത്തല്ല, സ്വലാത്തും ഇബാദത്താ. അള്ളാഹുവിന്റെ കൂലി കിട്ടാനാ സ്വലാത്ത് ചൊല്ലുന്നത്. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആരെങ്കിലും അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പടച്ച റബ്ബ് അവന്റെ പേരിൽ 10 ഗുണം ചൊരിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്തിന് 10 കൂലി. ഒരു സ്വലാത്തിന് 10 കൂലി. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലോ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞാൽ 20. വബറകാതുഹു പറഞ്ഞാൽ 30. അപ്പൊ മടക്കിയാലോ? വഅലൈക്കും അസ്സലാം 10, വറഹ്മത്തുള്ളാഹി 20, വബറകാതുഹു 30. നമ്മൾ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും പിന്നെ നോക്ക്, വീണ്ടും 3 വട്ടം പറഞ്ഞു. അപ്പോഴോ അങ്ങനെ നോക്കാണ് ഏതാ ജാതി മതം ഗ്രൂപ്പ്, മടക്കണില്ല. സുബ്ഹാനല്ലാഹ്, ലോകത്ത് സ്വലാത്ത് ചെല്ലുന്ന വിഷയം പോലെ തന്നെ സലാമിന്റെ കാര്യത്തിലും വലിയ പ്രശ്നമാണ്. അസ്സലാമു അലൈക്കും ഒരാൾ പറഞ്ഞു, സുന്നത്തുള്ള പറയല് മടക്കലോ ഉലമാക്കളിൽ ഭൂരിപക്ഷവും പറയുന്നു വാജിബാണ്. കാരണം എന്താ? അത്രത്തോളം ശക്തമാണ് ആ വിഷയം. അത് മറ്റൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞു കൂട്ടത്തിൽ മാത്രം. പക്ഷേ അങ്ങനെ നമ്മൾ പറഞ്ഞ സലാം പറയുന്ന നമ്മൾ സലാം പറഞ്ഞാൽ മടക്കാത്തവര് നമ്മളോട് പറയാണ് എന്ത്? നിങ്ങൾക്ക് സ്വലാത്തില്ല. സുബ്ഹാനല്ലാഹ്, സ്വലാം പോലും പറയാത്തോ നമ്മളെ പറ്റി പറയാൻ നിങ്ങൾക്ക് സ്വലാത്തില്ല. തെറ്റിദ്ധാരണ, തെറ്റിദ്ധരിപ്പിക്കൽ, അല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ട് തിരുത്തണം. സ്വലാത്തുണ്ട്, സ്വലാത്ത് ചൊല്ലണം. ഞങ്ങളോട് പറയണോ, ഈ സദസ്സിലിരിക്കണ ഓരോരുത്തരും പറയണോ, നബിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തോ താല്പര്യമില്ലാത്തോ ഇവിടെ ഇരിക്കണ്ട. ഈ നാട്ടിൽ തക്ബീറൊന്നുമില്ല തോന്നുന്നുണ്ട് കാര്യം. ചിലയിടത്തൊക്കെ തക്ബീർ ഇങ്ങനെ